ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ സ്നേഹിതൻ, ഞങ്ങളോട് സ്നേഹിക്കുന്ന പാസ്റ്റർ കെ ഡേവിഡ് അവരോട്, ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന ഡോക്ടർ എ കെ പുട്ടൻ, ഈ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ സജി നന്ദിയാട്ട്, 89-90 കാലഘട്ടത്തിലെ കൂട്ടുകാർ, പ്രത്യേക ഞങ്ങളോട് സ്നേഹിക്കുന്ന തൻ്റെ തൂലികയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കവിതകൾ കോർത്തിണക്കി ഒരു പുസ്തക രൂപത്തിലാക്കിയ തോമസ് ബ്രദർ, അവരുടെ കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവരും സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെയൊരു ചടങ്ങിൽ സംബന്ധിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സാംസ്കാരിക കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ചർച്ചിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളോട് ബന്ധത്തിൽ പല പ്രോഗ്രാമുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. പ്രത്യേകം ഈ പുസ്തകം എനിക്കൊന്ന് വായിക്കുവാൻ അവസരം ലഭിച്ചു. ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 30 വർഷം മുതൽ ഈ കാലഘട്ടം വരെയുള്ള സംഭവങ്ങൾ എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. മാതാവിനെ പറ്റിയും പിതാവിനെ പറ്റിയും കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ പല കാര്യങ്ങൾ, ബൈബിൾപരമായുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ കാലത്തിൽ നമ്മൾ അനുഭവിച്ച കഷ്ടതകൾ, പ്രയാസങ്ങൾ, നമ്മുടെ ഒന്നുമില്ലാത്ത അവസ്ഥകളൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കവിതയാണ് ശ്രീ തോമസ് മാം എഴുതിയിരിക്കുന്നത്. അത് വളരെ ഹൃദയസ്പർശമായ കവിതകളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താണ് സൗഹൃദം? നമ്മളൊക്കെ ജീവിച്ച കാലഘട്ടം എങ്ങനെയായിരുന്നു? എത്ര പ്രായം ചെന്നാലും തോളിൽ കൈയിട്ട് ഒരുമിച്ച് നടക്കുക, ആൺ പെൺ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് ആ കാലഘട്ടം പോയി കഴിഞ്ഞില്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മ, ഒരു നടത്തമോ നടക്കുവാൻ സാധിക്കുമോ? നമ്മൾ ജീവിച്ച ആ കാലഘട്ടം എത്ര സുന്ദരമായിരുന്നു, എത്ര മനോഹരമായിരുന്നു. പ്രത്യേകം ഇന്നത്തെ സൗഹൃദങ്ങളും പ്രണയവും ഒക്കെ കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു ദുരന്ത കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? എത്ര മനോഹരമായ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു. നമ്മുടെ ചെറുപ്രായങ്ങളിൽ എത്ര ആഹ്ലാദപരമായിരുന്നു. നമ്മൾ എന്തെല്ലാം കളികളിൽ ഏർപ്പെട്ടു, ഏതെല്ലാം വീടുകൾ നമ്മുടെ കൂടിക്ക് ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടം അത് നടക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പുറകോട്ട് ചിന്തിക്കാൻ സാധിക്കട്ടെ. അത് നമ്മുടെ ആ കാലഘട്ടത്തെ പറ്റി നമ്മുടെ തലമുറയോട് പറയാൻ നമുക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ നമ്മൾ പല രീതിയിൽ നമ്മൾ ഉയർച്ച പ്രാപിച്ചു. ബുദ്ധിപരമായ പല കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ സ്വാർത്ഥത അന്വേഷിക്കുന്നത്, അതല്ലേ സത്യം? പലപ്പോഴും മനുഷ്യൻ സ്വാർത്ഥരാകുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അവർ എന്ത് വില കൊടുക്കാനുമാണ് തയ്യാറാകുന്നു. മറ്റുള്ളവരെ സംരക്ഷിക്കുവാനോ മറ്റുള്ളവർക്കൊരു കൈത്താൻ കൊടുക്കാനോ ഇന്നത്തെ തലമുറ അതിന് മുതിരുന്നില്ല എന്നുള്ളൊരു കാര്യം സത്യമല്ലേ? പ്രത്യേകം ഈ 89-90 കാലങ്ങളിലെ ഈ കൂട്ടായ്മ ഈ കാലഘട്ടത്തിൽ അനേകരുടെ കണ്ണീരൊപ്പുവാനും അനേകർക്ക് ആശ്വാസമായി തീരുവാനും ഈ കൂട്ടായ്മ സഹായിക്കേണ്ടത് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനേകരുടെ കഷ്ടങ്ങൾ ചെന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൽ വിറ്റിടുന്ന ഈ പണം അനേകർക്ക് ആശ്വാസമാകട്ടെ. തുടർന്നും ഇതുകൊണ്ട് നിർത്തുവാനല്ല, അനേകം പേരെ കണ്ണുനീർ ഒപ്പുവാനും അനേകർക്ക് ആശ്വാസം പകരുവാനും ഈ കൂട്ടായ്മ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമ്മൾ പല മതത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ കൂടെ വന്നിരിക്കുന്നത്. ഒരു മതവും പഠിപ്പിക്കുന്നില്ല മനുഷ്യനെ കൊല്ലുവാനോ അവരെ പീഡിപ്പിക്കുവാനോ ഒന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അവരെ സഹായിക്കുവാനോ അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനുമാണ് നമ്മുടെ മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് പലരും
ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ മകന് എൻ്റെ വൈഫ് എൻ്റെ മക്കളോട് പറയും, എൻ്റെ 3 ആൺമക്കളാണ്. അവരോട് എപ്പോഴും പറയും, നിങ്ങൾ സ്ത്രീകളെ പെൺകുട്ടികളെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കണം എന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കും. അവിടെ ഞങ്ങൾ കൊല്ലത്തിൽ എക്സാമിന് പോയി. ഒരു പെൺകൊച്ച് അവരുടെ കൂടെ വന്ന് ആദ്യമായിട്ട് എക്സാമിന് പങ്കെടുക്കുകയാണ്. അവരുടെ കൂടെ നടന്നു വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഓക്കെ ഹെൽപ്പ് ചെയ്യാം. അവരുടെ കൂടെ നടന്ന് അവന് എക്സാം പോലെ പ്രവേശിച്ചു. അവനതിന് ബാത്റൂമിലേക്ക് നടന്നുപോയി. ആ കൊച്ചു അതിന് പുറകെ നടന്നു. അപ്പോൾ അവൻ ചോദിച്ചു എതിരോട്ട് പോവാം. അപ്പോൾ ആ ഒരു കെയറിങ് ഞാൻ അവരോട് കൊടുത്തു. ഞാനിപ്പോൾ തരാം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് എക്സാം എഴുതി എല്ലാം കഴിഞ്ഞു. ആ പൊളി കയറിയതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എക്സാം എഴുതി പിന്നെ ആളിനെ കണ്ടുപോയി. ഒരു വാക്കുപോലും പറയാതെ പോയി. ആ വീട്ടിൽ വന്ന് ചോദിച്ചു, അമ്മ ഇതാണോ പെൺകുട്ടികളുടെ പെരുമാറുന്നത്, എങ്ങനെയാണോ കാണിക്കുന്നത്? ഒരു ആൺകുട്ടിയോട് പരിചയപ്പെട്ടു. അവർ വന്ന് നമ്പറിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. പക്ഷെ നമ്മളിന്ന് ചിന്തിക്കേണ്ടത് മനുഷ്യരെല്ലാം സ്വാർത്ഥതയാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം നടത്താൻ വേണ്ടി അവർ സ്വാർത്ഥത അന്വേഷിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരെ അധികം നന്നാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഭവനത്തിൽ നമ്മുടെ തലമുറകളെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുവാനും അവരുടെ കാര്യങ്ങളിൽ കൈത്താങ്ങാവാനും നമ്മൾ പഠിപ്പിക്കുക. അതാണ് നമ്മൾ ഏറ്റവും വലിയ ചെയ്യേണ്ട ഒരു മാതൃക എന്നുള്ളത് ഞാൻ പറയട്ടെ. ഈ നല്ലൊരു അവസരത്തിൽ എനിക്ക് ഇങ്ങനെ വന്ന് ചില വാക്കുകൾ സംസാരിക്കാൻ അവസരമുണ്ട് എന്ന എല്ലാവരോടും പ്രത്യേകം എൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ സംഘടന വളർന്ന് അനേകർക്ക് ഒരു ആശ്വാസമായി തീരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അനുഗ്രഹാശംസകൾ ചൊരിയുന്നതിനായി ആദരണീയനായ നമ്മുടെ അധ്യാപകൻ ഡോക്ടർ കെ അപ്പുപ്പൻ സാറിനെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. ഈ സദസ്സിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറെ ബഹുമാന്യനായ മാസ്റ്റർ, ഇതിന് പുസ്തക പ്രകാശനം നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ സിനിമാ ലോകത്തിന്റെ മുതലത്തി എന്ന് പറയാവുന്ന സജി നന്ദിയാർ, അതെന്റെ ആഗ്രഹം. അതുപോലെ തന്നെ പുസ്തകം ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സാബു വാഴക്കൂട്ടത്തിൽ, കവിതാപാരായണം നടത്തിയ തോമസ് മാത്യുവിന്റെ പ്രിയപുത്രി, അതുപോലെ നമ്മുടെ പ്രിയ കവി ശിഷ്യൻ, എനിക്ക് ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, കവി തോമസ് മാത്യു ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ എൻ്റെ ശിഷ്യൻ പ്രിയപ്പെട്ട റെജിമോൻ ആന്റണി, ഇതിന് 89-90 ബാച്ചിലെ SSLC ബാച്ചിന്റെ പ്രിയ വിദ്യാർത്ഥികളുടെ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഞാനന്ന് നിങ്ങളെ പോലെ തന്നെ ഒരു പ്രായത്തിൽ പഠിച്ചങ്ങ് പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഡിഗ്രിയുടെ അധ്യാപകനായി വന്നതാണ്. എന്റെ ഓർക്കുന്നുണ്ടായിരുന്നു, വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ നിങ്ങളാണോ എന്റെ മൂത്തതെന്ന് നന്ദിയാർ സാർ ചോദിച്ചത്. ഈശ്വരൻ അങ്ങനെ ആയിരിക്കട്ടെ. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് സർവകലാശാലകളിലും കോളേജുകളിലും ഒക്കെ വേദികളെ അഭിമുഖീകരിച്ച ഒരു പരിജ്ഞാനത്തിൽ വ്യത്യസ്തമായിട്ട് എന്റെ ശിഷ്യസമ്പത്തിന്റെ ഭാഗമായിട്ടുള്ള എന്റെ ആദ്യകാല ശിഷ്യസമ്പം എന്ന് പറഞ്ഞത്, ഞാൻ അവിടെ വരുന്നു, നിങ്ങളുടെ 10ാം ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വരുന്നു, ഞാൻ വിദ്യാർത്ഥിയായിരുന്നു, അവിടേക്ക് വരുന്നു. ട്രെയിനിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് നിയമനം. അങ്ങനെയാണ് അവിടേക്ക് വരുന്നത്. പിന്നെ ഞാൻ തുടർന്ന് പഠിച്ചു. അങ്ങനെയാണ് PhD നേടുന്നത്. ഈ സാർ സൂചിപ്പിച്ച ഓരോ നിമിത്തങ്ങളുണ്ട്, ഇന്നതായി തീരണമെന്ന്. അവിടെ വന്ന് പഠിപ്പിക്കാൻ വന്നു. ഒപ്പം വിദ്യാർത്ഥിയായി വീണ്ടും പഠിച്ചു. അപ്പൊ കുടുംബമായി കാര്യമക്കളും ഒക്കെ ഉണ്ട്. രണ്ടാമത്തെ മകൾ ജനിക്കുന്നതാണ് എനിക്ക് PhD രജിസ്ട്രേഷൻ കിട്ടുന്നത്.
അപ്പൊ നമ്മൾ വിദ്യാഭ്യാസത്തോടൊപ്പം പഠിപ്പിക്കുന്നതിനോടൊപ്പം ഒരു പഠിതാവായി വിദ്യാർത്ഥിയായി നിന്ന് ഈ കാലം അത്രയും പഠിക്കുകയായിരുന്നു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എന്റെ തുടർ ഗവേഷണ പഠനം എന്ന് പറയുന്നത് നാടോടി പാട്ടുകളിലാണ്. സെൻട്രൽ കേരളയിൽ ഇത് പുറത്തു വരാത്ത വടക്കൻ പാട്ടും തെക്കൻ പാട്ടും മാത്രം നമ്മൾ കേട്ട് ഞാൻ ചെറുതിലേ കേട്ട് പഠിച്ചത് നമ്മളെല്ലാവരും പഠിച്ചത് അങ്ങനെയാണ്. പക്ഷെ അതിനിടയിൽ ഇടനാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് നാടോടി പാട്ട് ശാഖയെ കണ്ടെത്തുകയും അതിനെ പൊതുസമൂഹത്തിൽ, അതാണ് എന്റെ ഗവേഷണ തീസിസ് എന്ന് പറയുന്നത്. ഇടനാടൻ പാട്ട്, അതായത് വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്. തെക്കൻ പാട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നൊക്കെയുള്ള പാട്ടുകളാണ്. അത് കന്നഡിയൻ പോലെ തുടങ്ങിയുള്ള പാട്ടുകളാണ് തെക്കൻ പാട്ട്. വടക്കൻ പാട്ട് എന്ന് പറയുന്നത് മലബാറിൽ പ്രത്യേകിച്ച് ഉത്തര മലബാറിലുള്ള കച്ചോടി പാട്ടുകളും ഉത്തര പാട്ടുകളും ഒക്കെയാണ് വടക്കൻ പാട്ടുകൾ എന്ന ശാഖയിൽ പെടുന്നത്. ഇതിനിടയ്ക്ക് പാട്ടുകളില്ലേ എന്നുള്ളൊരു അന്വേഷണമാണ് എന്റെ ഗവേഷണത്തിനെ മുമ്പോട്ട് നയിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരുപാട് പാട്ടുകളുടെ കടൽ പോലെ ആകാശം പോലെ വിശാലമായി കിടക്കുന്ന പാട്ട് സമ്പത്തുള്ള ഒരു പ്രദേശമാണ് ഈ ഇടനാട്, ഈ മധ്യ തിരുവിതാംകൂർ എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ ശേഖരിക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ചു. ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥിയായി ഇപ്പോൾ തന്നെ അധ്യാപകനായിരുന്നപ്പോൾ വീണ്ടും വിദ്യാർത്ഥിയാവുകയും അങ്ങനെ ആ പഠനം ഇപ്പോഴും തുടരുകയാണ്. അതാണ് ഈ ശ്മശാന ഭൂമിയിലേക്ക് പോകുന്നത് വരെ തുടരുമെന്ന് ഞാൻ പറഞ്ഞത്. അതായിരിക്കണം ഓരോരുത്തരുടെയും ലക്ഷ്യം. ഞാൻ പറയാനല്ല ഇവിടെ വന്നത്, സന്ദർഭത്തിലേക്ക് പറഞ്ഞത് വന്നുപോയതാണ്. എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തോമസ് മാത്യു, വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഒരു ദിവസം തോമസ് മാത്യുവിന്റെ ഫോൺ കോൾ വരും. സാർ, ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. എന്താ പേര്? ഇതില് കൗമാര പ്രായമല്ലേ, നമുക്ക് അന്നത്തെ ഒരു മുഖമൊന്നും ഇന്ന് നമുക്ക് അറിയത്തില്ല. ഈ കഥകളിക്കാരുടെ എല്ലാവരും അറിയും, പക്ഷെ കഥകളിക്ക് വരുന്ന ആരെയും തിരിച്ചറിയും ഇല്ല. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളത് കൗമാര പ്രായമാണ്. പിന്നെ അവന്മാർ വളർന്ന് കപ്പടാമീശം വെച്ച് വലിയ ഓളുകളായി മാറി കഴിയുമ്പോൾ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അവർ വന്ന് വിളിച്ചാലേ അറിയുന്നത്. അപ്പൊ ഞാൻ തോമസ് മാത്യുവിനോട് ചോദിച്ചു, എന്താ പേര് ചോദിച്ചപ്പോൾ തോമസ് മാത്യു എന്നാണ് പേര്. സാർ, എന്താണ് വിശേഷം? സാർ, ഞാൻ കുറെ കവിതകൾ എഴുതി, ആ കവിതയുടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുന്നുണ്ട്. സാർ തീർച്ചയായിട്ടും വരണം, അതിൽ പങ്കെടുക്കണം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഈ സാഹിത്യ സംബന്ധമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ഒരു പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും ഞാൻ എവിടെയാണെങ്കിലും അവിടെ എത്തും. ഞാൻ പത്തനംതിട്ടയിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇതിനായിട്ട് മാത്രം വന്നതാണ്. അതാണ് എന്റെ ഒരു താല്പര്യം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു കൂട്ടായ്മ 89-90 ബാച്ച് എന്ന് പറയുമ്പോൾ 30 വർഷത്തിന് മുമ്പുള്ള വിദ്യാർത്ഥി കൂട്ടായ്മ, അവരുടെ മക്കളാണ് ഇരിക്കുന്നത്. അവരൊക്കെ വീട്ടിൽ 9-10 ആയിക്കോട്ടെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മ ഫോം ചെയ്തിട്ട് ആ കൂട്ടായ്മ വളരെ ആർജവത്തോടെ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്നതും അതിലൊരു കൂട്ടുകാരന്റെ കവിതാ പുസ്തകത്തെ പ്രസിദ്ധീകരണ വേളയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇനി ഒരുപാട് കൂട്ടുകാർ ഇതിനകത്ത് കവിയാകുന്നില്ലെങ്കിലും മറ്റു മേഖലകളിൽ അവർക്കും വളരാനും അന്തരിക്കാനും ഈ സമൂഹത്തിൽ പ്രതിബദ്ധതയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കും. നമ്മുടെ ജീവനാന്റിനി മാധ്യമം എന്ന പത്രത്തിന്റെ പ്രവർത്തകനാണെന്ന് ഒരുപാട് അഭിമാനം കൊള്ളുന്നു. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കുട്ടികൾ എത്തിച്ചേരുന്നു, അവർ ഓരോരോ മേഖലകളിലെ അധിപന്മാരാകുന്നു, അവിടുത്തെ പ്രവർത്തകരാകുന്നു എന്നൊക്കെ പറയുന്നത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു ഗുരുവിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും വലിയ ബോണസ് എന്ന് പറയുന്നത് പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ലോകത്തിന്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം ജീവിതത്തിൽ മറ്റാർക്കും കിട്ടാത്തതാണ്. അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ വിവിധ മേഖലകളിൽ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനവും ഒരു സന്തോഷം. അതാണ് തോമസ് മാത്യു വിളിച്ച് പറഞ്ഞപ്പോ, സാർ, ഞാനൊരു കുറെ കവിതകളുടെ ഒരു സമാഹാരം ചേർത്ത് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നുണ്ട്, സാർ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ വേറെ ഒന്നും ഒരു നോയും പറഞ്ഞില്ല, തീർച്ചയായും ഞാൻ എത്തും എന്ന് പറഞ്ഞു. ആ ഒരു ദൗത്യമാണ് ഇവിടെ. ഇപ്പോ ഞാനത് പഠിക്കുന്ന സമയത്തുള്ള കവിതാ സങ്കല്പമാണ് ഒരുപക്ഷെ നദിയാർ സാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആദ്യത്തെ മലയാള കവി ആരാന്ന് ചോദിച്ചാൽ ചീരാമനാണ്. ആദ്യത്തെ മലയാള കവി ഏതാന്ന് ചോദിച്ചാൽ രാമചരിതം. അവിടുന്ന് അതിങ്ങോട്ട് വന്ന പ്രാചീന കവിത്രയത്തിലും പിന്നെ ആധുനിക കവിത്രയങ്ങളായിട്ടുള്ള ആശാൻപൂർ, വള്ളത്തോൾ, അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ട് മോഡേൺ കവിയായിട്ടുള്ള അയ്യപ്പ പണിക്കലിൽ എത്തിയിട്ട് കുരുക്ഷേത്രം എന്ന കവിത ആധുനിക കവിതകൾ ഉദ്ഘാടനം ചെയ്യുകയും അവിടെ നിന്നുള്ള ഉത്തരാധുനികതയിൽ വന്നിട്ട് ഒരുപാട് കവികൾ വരികയും അതിനുശേഷമുള്ള ആ ഉത്തരാധുനികതയ്ക്കും ശേഷം പിന്നെ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ശരിയാണ്, സാഹിത്യം എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത് ദന്തഗോപുരവാസിയായിരുന്ന ഒരു സർഗാത്മകത്വത്തെ ജനകീയമാക്കി അത് ആശയാവിഷ്കരണത്തിലേക്ക് വന്നെത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത്. അതുകൊണ്ട് മനസ്സിൽ തോന്നുന്നത് എന്തും
കവിതയ്ക്ക് നിർവചനം കൊടുക്കുന്നുണ്ട്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ് എന്ന് അദ്ദേഹം നിർവചനം കൊടുക്കുകയും ഒപ്പം തന്നെ ഇച്ചിരി അർത്ഥം പറ്റുന്നുള്ള റിക്കടയുടെ ട്രാങ്കുലിറ്റി തിരുത്തുകയും ചെയ്യും. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിനായി പോയി, പകുതി കൃത്യനാൽ വെറുതെ കൊള്ളുമ്പോൾ പകുതി കൃത്യനാൽ എടുത്തുകൊള്ളുക എന്ന് ചൊല്ലിയത് ഒരുപക്ഷെ തോമസ് മാത്യു ആഗ്രഹിച്ച ഒരുപാട് മൊഴി വഴക്കുകൾ ഉണ്ടാവാം, അതിൽ ഒരുപാട് വിട്ടുപോയിട്ടുണ്ടാവാം, ഒരുപാട് ചേർന്ന് വന്നിട്ടുണ്ടാവാം. ഈ ഒരു കവിതാ സമാഹാരത്തിലെ കവിതകളിലൂടെ ഞാൻ കടന്നുപോയി. ഈ കവിതയെല്ലാം വിശദീകരിച്ച് പറയാനുള്ള സമയമില്ല, നമ്മൾ ഒരുപാട് വൈകിപ്പോയി. ഓരോ കവിതയും തന്റെ സ്വത്വപ്രകാശനത്തോടൊപ്പം താൻ അനുഭവിച്ച അന്തർസംഘർഷങ്ങൾ, തന്റെ ദുഃഖങ്ങളെ, തന്റെ പ്രയാസങ്ങളെ, തന്റെ സന്തോഷങ്ങളെ, തന്റെ സങ്കടങ്ങളെ, തന്റെ പ്രതിഷേധങ്ങളെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ സമൂഹത്തിലെ എല്ലാ വൈകാരികതയെയും പ്രൊജക്ട് ചെയ്യാനുള്ള, തന്റെ ആശയ ആവിഷ്കാരങ്ങളെ കവിതയിലൂടെ പ്രദർശിപ്പിക്കാനുള്ള ഒരു താല്പര്യം ഈ കവിതയിൽ. ഇന്ത്യ സാർ സൂചിപ്പിച്ചതുപോലെ ഈ കവിത എല്ലാം അവസാനം വന്നു ചേരുന്നത് ദൈവികതയിലും ആത്മീയതയിലുമാണ്. തോമസ് മാത്യുവിനെ കണ്ടെത്തുകയും പോകുന്നത് ആത്മീയതയിലേക്കാണ് ആ ഒരു സഞ്ചാര വഴികൾ ഒരുങ്ങിയിട്ടുള്ളതെന്ന് ബോധ്യമാകുന്നു. അപ്പൊ ഈ കവിതകളുടെ എല്ലാ സാരാംശം ഇപ്പൊ ഭാരതഭൂമിനെ കുറിച്ച് പറയുന്നു, നാവ് പറയുന്നു, ആൽമരം പറയുന്നു, ഏതിന്റെയും എല്ലാം അന്തസത്ത എന്ന് പറയുന്നത് തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളിലും കവിത എന്ന സങ്കേതം ഉപയോഗിച്ച് സമൂഹത്തോട് സംവദിക്കുകയും തനിക്ക് പറയാനുള്ള എല്ലാ ആവശ്യം പണ്ടാണെങ്കിൽ സമ്മതിക്കുന്നത് ഈ ഇത് കവിതയാണെന്ന് അംഗീകരിക്കുന്നില്ല. പുതിയ കവിതകളുടെ പുതു കവിതകളൊന്നും കവിതയായിട്ട് അംഗീകരിക്കും. കവിതയ്ക്ക് ചില സങ്കല്പങ്ങളുണ്ട് പഴയ കാലത്ത്. കുമാരനാശാൻ വീണപൂവ് എഴുതിക്കൊണ്ട് ചെന്നപ്പോൾ അന്നത്തെ പ്രാചീന കവിത്രയവും അതിന്റെ പാരമ്പര്യത്തിൽ വന്ന കവികളും അതിന്റെ നിരൂപകന്മാരും അതിന്റെ ആസ്വാദകരുമായിട്ടുള്ള സാഹിത്യപ്രേമികളൊന്നും കുമാരനാശാന്റെ വീണപൂവിനെ അംഗീകരിക്കുന്നില്ല. വീണപൂവ് എന്ന് പറയുന്ന ഒരു പുതിയ ഉദ്ഘാടനം ചെയ്തൊരു കാര്യമാണ്. സാഹിത്യ തപസ്സിൽ ഒരു പുതിയ കാഴ്ചപ്പാടിൽ വെട്ടി തുറന്ന ഒരു ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ചൊരു കവിതയാണ് വീണപൂവ് എന്ന് പറയുന്നത്. ആ വീണപൂവിനെ അംഗീകരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അത് അവതാരികൾക്ക് കേരളമുള്ള വലിയ തമ്പുരാൻ പക്ഷെ അത് സ്വീകരിച്ചു, അവതാരിക എഴുതിയെങ്കിലും അന്നത്തെ ഒരു കവിതാ പാരമ്പര്യത്തിൽ നിന്നും വേറിട്ട് ചിന്തിക്കാൻ ആളുകൾ സാധിച്ചിരുന്നില്ല. ഇനി ഈ കവിത കൊണ്ടുവന്ന പഴയ ആളുകൾ ഇപ്പൊ ആധുനിക കവിതകളെ കുറിച്ച് പുതിയതായി ഒരുപാട് ഇപ്പൊ ദളിത് കവിതകൾ വരുന്നുണ്ട്, ട്രാൻസ്ജെൻഡർ കവിതകൾ വരുന്നുണ്ട്, അവരുടെ കവിതകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈബർ കവിതകൾ വരുന്നുണ്ട്. ഇന്ന് ലോകത്തിന്റെ എല്ലാ ചലനങ്ങളെയും ഉൾക്കൊള്ളുന്ന കവിതകളും കവികളും ധാരാളം സോഷ്യൽ മീഡിയയിലൂടെ കടന്നിട്ടുണ്ട്. ചില സീനിയർ ആയിട്ടുള്ള അധ്യാപകന്മാരുടെ കമന്റിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അവരുടെ സഹിക്കുകയാണ്. അവരുടെ കുറേ പഴയ പ്രാചീന നിർവചനങ്ങളിലേക്കുണ്ട്. ഈ നിർവചനത്തിലൂടെ പോയെങ്കിൽ മാത്രമേ കവിതയാവൂ എന്ന് വിചാരിക്കുന്ന ആളുകളുടെ വെപ്രാളം. കഴിഞ്ഞ ദിവസം സാർ കോളേജിൽ പെൻഷനായ പ്രൊഫസറാണ്, അദ്ദേഹം എഴുതിയിരിക്കുന്നു, ദൈവമേ ഇതുപോലെ കവികളും കവിതകളും വരുന്ന ഈ ലോകത്തിൽ നിന്ന് അങ്ങ് എഴുതേക്കണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എനിക്കിത് സഹിക്കാൻ കഴിയാതെ. കാരണം അദ്ദേഹം കഴിഞ്ഞ 19 വർഷമായി പ്രൊഫസറായി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ട്രഡീഷണൽ ആയ ഒരു കാവ്യ പാരമ്പര്യവും ആ കാവ്യ പാരമ്പര്യത്തിന്റെ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് കവിത രചിക്കുകയും കവിത ആസ്വദിക്കുകയും കവിത പഠിക്കുകയും കവിതയെ കുറിച്ച് ഗ്രഹിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ പുതിയതിനെ ഉൾക്കൊള്ളുവാനുള്ള വിശാലത അദ്ദേഹത്തിനില്ല. എന്റെ ഒരു നിരീക്ഷണം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി. നമ്മൾ അങ്ങനെയാണോ? ഞാൻ ഉണ്ടായ കാലത്ത്, ഞാനിപ്പോ എത്തി നിൽക്കുന്ന കാലത്ത്, ഞാൻ ഉണ്ടായ കാലത്തെ അനുഭവങ്ങളാണോ ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്നത്? നമ്മുടെ പുതുതലിനെ എല്ലാം സ്വീകരിക്കാൻ കഴിയണം. എല്ലാം പഴയതിലുമുണ്ട് നന്മയുണ്ട്, പഴയതിൽ മോശമുണ്ട്, പുതിയതിൽ നന്മയുണ്ട്, പുതിയതിൽ മോശമുണ്ട്. പക്ഷെ അതിന് ഉദാഹരണം പറയാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരോട് നിന്നിട്ടില്ല. വൈകാരിക കൊണ്ടല്ല, നാണോ പേടിയ പിള്ളേർ അടിച്ചിട്ടുണ്ട്. ഒരു കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ് ഞാൻ CMS കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു സംഘം പെൺകുട്ടികൾ ഇങ്ങോട്ട് കടന്നു വരും, ഒരു സംഘം ആൺപിള്ളേർ അങ്ങോട്ട് ചെയ്യും. ഒരു പെൺകുച്ച് ഓടി വന്ന് അവർ ഫ്രണ്ട്സാണല്ലോ, മറ്റവരുടെ വയറിലോട്ട് കുത്തിയിട്ട് വേണം 10 വരുന്നു. ദൈവം എന്റെ കാലത്ത് ചിന്തിക്കാൻ പറ്റും. എട്ടടി 6 കിലോമീറ്ററുകൾ അകലെ നിന്നാണ് പിള്ളേർ സംസാരിക്കാൻ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിള്ളേർ സംസാരിച്ചു. ഞാൻ പറഞ്ഞത് പുതിയ കാലത്ത് പുതിയ മാറ്റങ്ങൾക്ക് അത് കണ്ടിട്ട് ഞാൻ എന്റെ കാലത്ത് ഞാൻ പിള്ളേരോട് സംസാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിട്ട് എന്റെ രക്ഷകൾ കൂടാവുന്നതല്ലാതെ ഈ ആധുനിക യുഗത്തില് എല്ലാത്തിനും സമ്പൂർണമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് അത് സാഹിത്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും. മുല്ലപ്പൂ വല്ലുള്ള പാട്ട് പാടി ഏകാലത്തെ പാടി നൃത്തം ചെയ്തു വരുന്ന സിനിമ ഉണ്ടല്ലോ സാർ,
ആ പാട്ട് ആ ഡാൻസ് ചെയ്ത് വരുമ്പോൾ എന്റെ മുന്നേ അത് കോമഡിയായിട്ടാണ്. നമ്മൾ എത്ര നെഞ്ചേറ്റിൽ ആലോചിച്ചൊരു സിനിമയും ആ സിനിമയുടെ ഡാൻസിന് ഇതുമാണ്. പക്ഷെ പുതിയ തലമുറ കാണുമ്പോൾ ഒരു കോമഡിയായിട്ടാണ്. ഇതാണ് തലമുറകൾ തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളത്. സിനിമയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ, സാമൂഹ്യത്തിൽ, സമൂഹത്തിൽ, സാംസ്കാരിക രംഗത്ത്, ഏത് രംഗത്താണ്. അപ്പൊ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്താണ് അപ്ഡേറ്റ് ചെയ്യില്ലെങ്കിലാണ് മറ്റേ സാറിന്റെ വിഷമം ഉണ്ടാകുന്നത് കേട്ടോ. നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓരോ മേഖലയിലും നമ്മൾ ഇങ്ങനെ പഴഞ്ചനായിരിക്കരുത്. നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം, പുതുമയിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അല്ലാതെ ആളുകൾക്ക് അസ്വസ്ഥതയാണ്. അതുകൊണ്ട് തോമസ് മാത്യുവിന്റെ കവിത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തെ കവിത എഴുതുന്ന എല്ലാവരുടെയും കവിതകൾ നിങ്ങൾ നെറ്റിലെടുത്ത് നോക്കിയാൽ ഒരുപാട് പുതിയ കവിതകളെ കുറിച്ചും അതിന്റെ നിരൂപണങ്ങളും അതിന്റെ പഠനങ്ങളും അതേക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും ഒക്കെ നെറ്റിക്കിടപ്പുണ്ട്. ഞാൻ ആ ഒരു ചിന്താഗതിയിൽ അതിനെയൊക്കെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം തോമസ് മാത്യുവിന്റെ കവിത ഒട്ടും പിന്നിലല്ല. തോമസ് മാത്യു ഈ ആധുനിക ചിന്തകൾക്കനുസരിച്ചുള്ള ആധുനിക ആശയാവിഷ്കരണത്തിനനുസരിച്ചുള്ള തോമസ് മാത്യുവിനെ ഫീൽ ചെയ്തിട്ടുള്ള ആ വികാരങ്ങളുടെ ഒത്തൊരുക്കുന്ന വേർഡ്സ്വർത്ത് പറഞ്ഞതിന് സമാനമായി തന്റെ ആ സർഗാത്മകതയിൽ തന്റെ ഭാവനയ്ക്കനുസരിച്ച് തോമസ് മാത്യുവിന്റെ പ്രതിഭാത്വം നിർമ്മിച്ചിട്ടുള്ളതാണ്. എന്താണ് ഈ പ്രതിഭാത്വം? പ്രതിഭാത്വത്തിന് കുന്തകരുടെ ആചാര്യം പറയുന്നത് നവനവോന്മേഷശാലിയായ പ്രജ്ഞ എന്നാണ്. ആ നവനവോന്മേഷശാലിയായ പ്രജ്ഞയുള്ള ഒരാളാണ് പ്രതിഭയായിരിക്കുന്നത്. അത് കവിയായാലും നോവലിസ്റ്റ് ആയാലും സിനിമാക്കാരനായാലും അഭിനേതാവായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കാനും നമ്മളുടെ പ്രതിഭാത്വത്തെ വികസിപ്പിക്കാനുമുള്ള ആ ഒരു മനോനില നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ദീർഘിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. എനിക്കേറെ സന്തോഷം ഈ 89-90 ബാച്ചിലെ കുട്ടികൾ വളരെ മാതൃകാപരമാണ്. വളരെ സന്തോഷമുണ്ട്. ആ കുട്ടികൾ ഭൂരിപക്ഷം ഇരിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിന്, നിങ്ങളോടൊപ്പം തന്നെ കുട്ടിയായി വന്ന് നിൽക്കാൻ കഴിഞ്ഞതിനാണ് ഏറെ സന്തോഷം. സാർ പറഞ്ഞതുപോലെ അതെന്താണെന്ന് അറിയുമോ, നമ്മൾ ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. മദ്യമില്ല, പുകവലിയില്ല, ചരസില്ല, ഇങ്ങനത്തെ ഒന്നുമില്ല, തിരുമല ഒന്നുമില്ല, യാതൊരു വിധമില്ല. ഇപ്പൊ അവർ 10 വർഷമായിട്ട് ചായ കാപ്പി പോലും കുടിക്കുന്നില്ല, വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. ഞാൻ നിങ്ങളൊക്കെ അതുപോലെ ചെയ്യണമെന്നല്ല പറഞ്ഞത്. കംപ്ലീറ്റ് ഒരു വെജിറ്റേറിയൻ ആണ്. സാറ് പറഞ്ഞു മനസ്സിൽ സൂക്ഷിക്കുന്നില്ല, എല്ലാം ഫ്രീ ആയിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുക. അതൊക്കെ ആയിരിക്കും വിചാരിക്കുന്നു. ഞാൻ ഒരു രീതി പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമുക്ക് സമൂഹത്തോടാണ് പ്രതിബദ്ധത, കുടുംബത്തോടാണ് പ്രതിബദ്ധത. ആ കുടുംബത്തോടുള്ള പ്രതിബദ്ധത പോലെ തന്നെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവനായിരിക്കണം സാഹിത്യകാരൻ. ഈ ലോകത്തെ നവീകരിക്കുന്നത് സാഹിത്യകാരനാണ്, കവിയാണ്, നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്. എന്താണ്? എല്ലാവരും സത്യത്തിലേക്കുള്ള പ്രയാണം, എല്ലാവരും നവീകരണത്തിലേക്കുള്ള പ്രയാണം. എന്തിനാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്? എന്തിനാണ് നമ്മളിതെല്ലാം വായിക്കുന്നത്? ഇവരെല്ലാം എന്തിനാണ് സൃഷ്ടിക്കുന്നത്? ഇവർ ലോകത്തെ നിരീക്ഷിച്ചിട്ട് ഇവരുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുള്ള ക്രാന്തദർശനത്തിൽ വന്നിട്ടുള്ള അറിവുകളെ തന്റെ സമൂഹത്തിന് പ്രദാനം ചെയ്യുകയാണ്. ഒരു 100 വർഷത്തിന് മുമ്പേ കാണാൻ കഴിയുന്ന ക്രാന്തദർശികളായ സാഹിത്യകാരന്മാർ നമുക്കുണ്ട്. അവരുടെ ക്രാന്തദർശനത്തിൽ പതിഞ്ഞിട്ടുള്ള, അവരുടെ റഡാറിൽ പതിഞ്ഞിട്ടുള്ള അറിവുകളെ നമുക്ക് പ്രദാനം ചെയ്യണം. ആ അറിവുകൾ വായിക്കുമ്പോഴാണ്, ഒരു നോവൽ വായിച്ചാൽ നമ്മുടെ ഒരു ജീവിതം കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരാശരി 70 വയസ്സ്. അത് കഴിഞ്ഞ് പിന്നെ എക്സ്പയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നുണ്ടെങ്കിൽ പല ബോണസ് എന്ന് വിചാരിച്ചാൽ ഷുഗർ പ്രഷർ മറ്റുള്ള ആളുകൾക്ക് ഗുളിക കഴിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ജീവിക്കുന്നവര്. ആ കാലത്തിനിടയിൽ ഒരു നോവൽ വായിച്ച 2-3 തലമുറയുടെ കഥകൾ പറഞ്ഞു പോകുന്ന നോവൽ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട്. നമുക്ക് പ്രൗഢമായി ജീവിച്ച സിനിമയിലാണ് ഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഗ്രഹിക്കില്ല, ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമ്മൾ ഈ സാഹിത്യ സഞ്ചാരത്തിലൂടെ അനുഭവിക്കപ്പെടുമ്പോഴാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധി ഈ സമൂഹത്തിൽ എന്താണ്, സമൂഹത്തിലുള്ള പ്രതിബദ്ധത എന്താണ്, ഈ ലോകത്തെ കുറിച്ചുള്ള ഒരുപാട് വെളിച്ചം പകർന്നു വരുന്ന അതാണ് സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യം മാത്രമല്ല, കലയും ഒക്കെ തന്നെ. ഇപ്പൊ ചിത്രകലാ കവിതകളുണ്ട്, ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള കവിതകളുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ട് സാഹിത്യം ദത്തവാസിയായിരുന്നുവെങ്കിൽ സാഹിത്യം ഇന്ന് ഒരുപാട് ജനകീയമായിരിക്കുന്നു, ഒരുപാട് സാധ്യതകൾ തുറന്നിരിക്കുന്നു. നിങ്ങൾക്കും കവിതയോ നോവലോ ചെറുകഥകളോ നിങ്ങളുടെ ആ മനസ്സിൽ വിരിയുന്ന ഏത് സർഗാത്മകത്വത്തെയും നിങ്ങൾക്ക് ആ പ്രദർശിപ്പിക്കാനുള്ള അവസരമുണ്ട്. അതിനുള്ള സോഷ്യൽ മീഡിയ ഒരുപാട് സഹായകമാണ്. അതുകൊണ്ട് തോമസ് മാത്യു എന്ന് പറയുന്ന പ്രിയ ശിഷ്യൻ ഒരുപാട് സർഗാത്മകതയുള്ളയാളാണ്, പ്രതിഭാത്വമുള്ളയാളാണ്. അത് നഷ്ടപ്പെടുത്താം. ഇനി ഒരുപാട് കവിതകൾക്ക് ജന്മം നൽകേണ്ടയാളാണ്.
മറ്റേ ആംഗ്ലി പറഞ്ഞതുപോലെ ഈ കവിത രചിക്കുക എന്ന് പറയുന്നതും തന്റെ ഗർഭത്തിൽ വഹിക്കുകയാണ് കേട്ടോ. ഒരു ഗർഭിണിയായ സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും ഉള്ളത് കൊണ്ടാണ് രാത്രിയിൽ ആ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. ആ സൃഷ്ടിയെ ഒന്ന് പ്രസവിച്ചെങ്കിൽ മാത്രമാണ് ഫ്രീ ആകുന്നത്, സ്വതന്ത്രമാകുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയുന്നത്. ആ എന്താണ് ഈ സൃഷ്ടിയെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് പ്രസവവേദന അനുഭവിച്ച് ഓടി നടക്കുന്നവരാണ് സാഹിത്യകാരന്മാർ. അതൊന്ന് ഭൂമിയിലേക്ക് അതിനെ വിട്ടു കഴിയുമ്പോഴാണ് ആശ്വാസമേറുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ. കൂടുതൽ കൂടുതൽ കവിതകളുടെ രംഗത്ത് ഉറച്ചു നിൽക്കുന്ന തോമസ് മാത്യുവിന് പുതിയ പുതിയ പ്രതിഭാത്വമുള്ള നവോന്മേഷശാലിയായി പ്രജ്ഞ കൂടുതൽ ഉണ്ടാവട്ടെ. അതിനനുസരിച്ചുള്ള രചനകൾ ഈ സമൂഹത്തെ നവീകരിക്കുന്നതിനും ഈ സമൂഹത്തെ കത്തി ചെയ്യുന്നതിനും ഒക്കെ ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കവിതകളെ സംബന്ധിച്ച് ഒന്നും പറയാൻ നേരമില്ല, കാരണം എത്രയും വഴി പോയി എന്നതുകൊണ്ട് ഞാൻ കവിതകളെ കുറിച്ച് പറയണം വിചാരിച്ചതാണ്. കവിതകളൊക്കെ നേരത്തെ തന്നെ എനിക്ക് അയച്ചു തരികയും ആ കവിതകൾ ചൊല്ലാനൊക്കെ അയച്ചു തരികയും ഞാൻ ഓരോ കവിതകളിലൂടെ കടന്നുപോയി. ഓരോ കവിതകൾ എടുത്തു പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനത് അത് ഒഴിവാക്കുകയാണ്. പിന്നെ ഈ അണുക്കൾ എന്ന കവിതയിൽ 2 വരികൾ ചൊല്ലാമെന്ന് വിചാരിച്ചു. വിരോധത്തിൽ വെച്ച് പണ്ട് കവിത ചൊല്ലി കൊന്നതായി ഇപ്പോഴും പിന്നെ വന്നിരിക്കുകയാണോ 30 വർഷത്തിന് ശേഷം എന്ന് വിചാരിക്കുന്ന 2 വരികൾ ചൊല്ലി. അണുക്കൾ അണുക്കൾ ജീവന്റെ അവഗണിക്കാനാവാത്ത ചലനമാണ്. അണുക്കൾ ജീവന്റെ അവഗണിക്കാനാവാത്ത ചലനമാണ്. അണുക്കൾ ശാസ്ത്രത്തിന് സാധ്യതയാണ്. അമിത ഊർജം നിറച്ച് അതവർ ആയുധക്കുടയിൽ നിറയ്ക്കും. അണുക്കൾ ശാസ്ത്രത്തിന് സാധ്യതയാണ്. അമിത ഊർജം നിറച്ച് അതവർ ആയുധക്കുടയിൽ നിറയ്ക്കും. അണുക്കൾ ശരീരത്തിന് വ്യാധിയാണ്. അത് ഹൃദയത്തെ, വൃക്കയെ, കരളിനെ, നാഡീവ്യൂഹത്തെ താങ്ങുന്നു. അണുക്കൾ ശരീരത്തിന് വ്യാധിയാണ്. അത് ഹൃദയത്തെ, വൃക്കയെ, കരളിനെ, നാഡീവ്യൂഹത്തെ താങ്ങുന്നു. മൃത്യുവേ ഉണരും. മൃത്യുവേ ഉണരും. ശരിയല്ലേ? മൃത്യുവേ ഉണരും. അണുക്കൾ പ്രകൃതിക്ക് മാലിന്യമാണ്. മനുഷ്യന്റെ മാലിന്യം പുഴയെ, മണ്ണിനെ, വായുസഞ്ചാരത്തെ വിഷമയമാണ്. അണുക്കൾ പ്രകൃതിക്ക് മാലിന്യമാണ്. മനുഷ്യന്റെ മാലിന്യം പുഴയെ, മണ്ണിനെ, വായുസഞ്ചാര വിഷമയമാണ്. അണുക്കൾ ആത്മീയതയ്ക്ക് മോഹമാണ്. അത് മർത്യന്റെ സത്യത്തെ, ധാർമ്മികതയെ കാർന്നു. അണുക്കൾ ആത്മീയതയ്ക്ക് മോഹമാണ്. അത് മർത്യന്റെ സത്യത്തെ, ധാർമ്മികതയെ കാർന്നു. നിരാശയെ അണുക്കൾ കുറ്റവാളിക്ക് ഭയഹേതുവാണ്. എത്ര മാറ്റാലും അത് തെളിവിന്റെ ഒരു അണുവെങ്കിലും ബാക്കി വയ്ക്കും. അതല്ലേ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ ആണെങ്കിലും ആ ഒരു തെളിവ്, ഒരു അടയാളം എവിടെയെങ്കിലും ഉണ്ടാകും. അണുക്കൾ കുറ്റവാളിക്ക് ഭയഹേതുവാണ്. എത്ര മാറ്റാലും അത് തെളിവിന്റെ ഒരു അണുവെങ്കിലും ബാക്കി വയ്ക്കും. അതിൽ നിസ്സഹായത. അണുക്കൾ നാഥന് ജീവഹേതുവാണ്. കാൽവരിയുടെ വഴിയിലെ നദിയിൽ അവർ ജീവിച്ചു. മലിനതയുടെ അവസാന കണവും മുൻവിധിയുടെ അവസാന കണവും നിർജീവമാകുമ്പോൾ വാദത്തിൽ അണുചരിച്ചു. അവഗണിക്കാനാവാ ജീവന്റെ ചലനം. അവഗണിക്കാനാവാ ജീവന്റെ ചലനം. വരാൻ കഴിഞ്ഞതിലും നിങ്ങളോട് ഇത്രയും നേരം ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിലും ഈ വലിയ ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഉള്ള സന്തോഷം വരച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഈ വീണ്ടും ഹലോ, ഒരു മിനിറ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം ഏറെ വൈകിട്ടുണ്ട്. വനിതാ സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആശംസ നേരുന്ന പ്രിയപ്പെട്ടവരെ അല്പം ഒന്ന് ലഘുവരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്.
ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ഡേവിഡ്, സദസ്യരായിരുന്ന മാന്യ വ്യക്തികൾ, ശ്രേഷ്ഠ ഗുരുക്കന്മാർ, മാന്യ സദസ്യകൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധം അറിയിക്കുന്നു. വ്യത്യസ്തനായ തോമസ് മാത്യുവിനെ സത്യത്തിൽ നാം തിരിച്ചറിഞ്ഞില്ല. വളരെ വർഷങ്ങളായി ശ്രീ തോമസ് മാത്യുവുമായിട്ട് പരിചയപ്പെടുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. എന്നാൽ എൻ്റെ മനസ്സിൽ ഒരു കവി ഹൃദയമുണ്ട് എന്ന് ഞാൻ അടുത്ത ദിവസങ്ങളാണ് മനസ്സിലാക്കിയത്. മനോഹരമായ കവിതകൾ രചിപ്പാനും ഈ സമൂഹത്തിന് ആവശ്യമായ എല്ലാ വിഷയങ്ങളും പറ്റി, അത് സമൂഹത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ, സമൂഹത്തിൻ്റെ ഏതൊരു കോണിലും ആയിരുന്നാലും അതിനൊക്കെ പ്രതിപാദിക്കുന്ന മനോഹരമായ കവിതകൾ പരിഗ്രഹിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ആ കവിതകളൊക്കെ ഞാൻ വായിച്ച സമയത്ത് വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമായ ശൈലിയിൽ ആർക്കും മനസ്സിലാക്കുന്ന വിധത്തിൽ മനോഹരമായ വാക്കുകൾ കൊണ്ട് സമ്പന്നമായ കവിതകൾ ഒരു പ്രാവശ്യം വായിച്ചാൽ പലപ്പോഴും നാം പിന്നെയും വായിക്കണം എന്നുള്ള ഒരാശ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന അത്ര മനോഹരമായ ഹൃദയസ്പർശിയായ കവിതകൾ രചിപ്പാൻ പ്രിയ തോമസ് മാത്യുവിനെ സഹായിച്ചു. എന്നെ ഞാൻ ദൈവത്തെ നന്ദി സ്തോത്രം ചെയ്യുന്നു, നന്ദി നമസ്കാരം പറയുന്നു. എന്നെ ആ കവിതകൾ പല കവിതകളുണ്ട്. അതിനെ ഓരോ കവിതകളും പറയുവാണെങ്കിൽ ഒരു കവിത മറ്റൊരു കവിതയേക്കാൾ വളരെയധികം ശ്രേഷ്ഠമായ നിലയിൽ തന്നെയാണ് പോകുന്നത്. അതിലെന്നെ സംരക്ഷിച്ചൊരു കവിതയുണ്ട്, വ്യക്തം എന്ന ഒരു കവിത. അത് ഇന്ന് സമൂഹത്തിന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയൊരു ചൂണ്ടുപലകയാണ് ആ കവിത. അതിന്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്: ഒരു സ്വച്ഛമായ ജലത്തിൽ കൂടെ ഒരു നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന പല മത്സ്യങ്ങളെ കണ്ട് വഴി പോകുന്ന ഒരു മനുഷ്യൻ ആ മരത്തിൽ അതിന്റെ രുചി തന്റെ വായി വരികയും തന്റെ രുചി തന്നെ മനസ്സിൽ വരികയും ആ പല മത്സ്യത്തെ കഴിക്കണം അല്ലെങ്കിൽ അത് കറിവെച്ച് കഴിക്കണം ചിന്താഗതിയില് താൻ ആ മനോഹരമായ കുളത്തിൽ അല്ലെങ്കിൽ ആ നല്ല സ്ഫടികതുല്യമായ ആ നദി ആ കുളത്തിലേക്ക് എടുത്ത് ചാടുന്നത് കാണാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, അതിനകത്ത് കടന്ന് ആ നല്ല ജലത്തെ അത് അശുദ്ധമാക്കി മൊത്തം അത് ഒരു വല്ലാത്തൊരു കലക്കവളമാക്കി മാറ്റി അത് കൂടിയുള്ള ക്രിസ്ത്യനും പറഞ്ഞു അല്പം കണ്ടു കഴിക്കിയാൽ നല്ലത്, വീണൊക്കെ എളുപ്പം ചെറുപ്പം പോകുമല്ലോ എന്നുള്ള പറഞ്ഞു. എന്നാൽ താൻ ആ കലക്കി മനുഷ്യൻ നിരാശനായി അവൻ കടന്നുപോയി. ദിവസം നേരം കൊടുത്തു. സാധാരണ എല്ലാ വിഷയങ്ങളും എല്ലാം ദൂരീകരിച്ചു. ആ മനുഷ്യൻ അവനെ ജോലിക്കേണ്ടി പുറപ്പെട്ടു. എന്നാൽ ഈ കുളത്തിന്റെ വഴികളെ പോകുന്ന മനുഷ്യൻ കണ്ട ഒരു വലിയൊരു കാഴ്ച ഇന്നലെ വരെയും കണ്ട മനോഹരമായ പഴമീനുകൾ ചത്തുപൊങ്ങി കിടക്കുന്നു. മനോഹരമായ വെള്ളം അല്ലെങ്കിൽ അതിസുന്ദരമായ ആ നദി അല്ലെങ്കിൽ ആ വെള്ളം അത് വളരെ കലങ്ങി ഉള്ള ഒരു അവസ്ഥ കാണുന്നു. ഇത് ചോദിക്കുന്നത് ഇത് ആരുടെ കുറ്റമാണ്? അതിനോട് എഴുതിയിരിക്കുന്നു, ഈ ജലാശയം ഈ വെള്ളം കുടിക്കരുത്, ഇത് വിഷാംശമുള്ള ജലമാകുന്നത്. അവർ ചോദിക്കുന്നു, ഇത് ആരുടെ കുറ്റം? ദൈവം തമ്പുരാന്റെ കോപമാണോ എന്ന്. ഇങ്ങനെ ഓരോ കവിതകൾ വായിക്കുമ്പോൾ എത്രയോ മനോഹരമായ അർത്ഥങ്ങൾ ഉള്ള കവിതകളാണ് പ്രിയ തോമസ് മാത്യു എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും സവിസ്തൃതമായി ഈ കവിതകൾ എഴുതിയിരിക്കുന്ന ഒരു കവി എന്ന നിലയിൽ പ്രിയ തോമസ് മാത്യുവിന് തുടർന്നും നല്ല നല്ല കവിതകൾ എഴുതി മലയാളക്കാരെ മൊത്തം അല്ലെങ്കിൽ മലയാളികളുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനുവേണ്ടി എല്ലാ വലിയ ആശംസകളും ഞാൻ നേരുന്നു. ദൈവം അനുഗ്രഹിക്കുന്നത് പ്രത്യേകം പ്രവർത്തിക്കുന്നു. കൂടാതെ 89-90 വർഷത്തിൽ കന്യാസ്ത്രീ വിദ്യാഭ്യാസത്തിൽ കൂടെ പഠിച്ച സഹപാഠികൾ ഈ ഒരു പ്രത്യേക ഉദ്യമം ഏറ്റെടുത്ത് അവരിരിക്കുന്ന എല്ലാ നല്ല ഈ സത്യകാര്യങ്ങൾ അല്ലെങ്കിൽ ഈ നല്ല പ്രവൃത്തികളെ അതിനെ വളരെയധികം അനുഗ്രഹമായിട്ട് വളരെ നല്ലതായിട്ട് മുൻപോട്ട് പോകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റേതായ വലിയ പ്രത്യേക ആശംസകളും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഞാൻ ചെറിയ നിർത്തുന്നു. ഞങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അശ്വരനർക്കും ആലംബഹീനർക്കും ഒരു കൈത്താങ്ങാകുവാനും ജയ എന്ന സ്വയം സഹായ സംഘത്തിലൂടെ അത് നടപ്പിലാക്കുവാൻ വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സഹായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിനായി
10 ബുക്കുകളെങ്കിലും വാങ്ങിക്കൊള്ളുക. കേവലം വായന എന്നത് മാത്രമല്ല, സമൂഹത്തിലെ നിരാലംബരായവരെ സഹായിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം കൂടി സാക്ഷാത്കരിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മളിവിടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. അടുത്തതായി ആശംസ അർപ്പിക്കുവാനായി ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിലെ തോമസ് മാത്യുവിന്റെ സഹപ്രവർത്തകൻ ശ്രീ കെ എം ഹസൻ മാന്നാർ അവരുടെ സാധനം ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട അതിഥികളെ, എല്ലാവർക്കും ഞാൻ ചെറിയ രണ്ട് വാക്കുകൾ മാത്രമേ പറയുള്ളൂ, സമയമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ പുസ്തക പ്രകാശത്തിന് വന്ന നമ്മുടെ സജീവ മറ്റു വേദിയിലിരിക്കുന്നവർ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചു.